2014 മോഡൽ വാഗണാർ LXI ചാൻസ് റേറ്റ് ആണ് 2,30,000 രൂപ. ഇതിന് ചെറിയൊരു കാര്യമുണ്ട്, ചെറിയൊരു കഥ ഉണ്ട്, ഇപ്പൊ പറഞ്ഞുതരാം. അതെ, പുതിയൊരു വണ്ടി എടുക്കുന്ന ആള് അവർക്ക് ബെനിഫിറ്റ് ആണ്. 3 വർഷം വാറന്റി അടക്കം കിട്ടുന്നുണ്ടാവും മഹീന്ദ്ര ടാറിന്. നമസ്കാരം, ഞാൻ അഭി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിലവിൽ ഇത്രയും വണ്ടികൾ കാണുന്നത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലും മലപ്പുറം ജില്ലയിൽ പുളിക്കൽ കാർക്രാഡിൽ ഒരുക്കുന്ന മെഗാ യൂസ്ഡ് കാർ മേളേൻ്റെ ഏറ്റവും നടുവിലായിട്ടാണ് ഉള്ളത്. നമ്മൾ പുതിയ സ്റ്റോക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ മേലെ കുറച്ച് വിശേഷങ്ങളും പറയാനുണ്ട്. വില കുറവിൽ കുറച്ച് അടിപൊളി വണ്ടികളുണ്ട്. പെട്ടെന്ന് വന്നോ അല്ലെങ്കിൽ പെട്ടെന്ന് വണ്ടികൾ പോയി പോവും, അല്ലെങ്കിൽ അടുത്ത വീഡിയോ ആകുമ്പോൾ വേറെ വണ്ടി തരണമെന്ന് പറഞ്ഞിട്ട് സാബിത്ക്ക് പെട്ടെന്ന് വിളിച്ചതിനെ കൊണ്ട് ഓടി വന്നതാണ്. ഫുൾ ലോൺ കിട്ടുന്ന വണ്ടികളുണ്ട്. അതേപോലെ തന്നെ i20, സ്വിഫ്റ്റ്, ഇന്നോവ, ഇഷ്ടം പോലെ കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ മൂവിങ് ടു ദ വീഡിയോ. നേരെ കാണുന്നതിനേക്കാളും വില നല്ല വ്യത്യാസമുണ്ട്. വില കുറവാണ്. 2016 മോഡൽ ഡാറ്റ്സൺ ഗോ ആണ്, പെട്രോൾ വണ്ടി. ഇപ്പോൾ ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, പവർ വിൻഡോസ് വരുന്നില്ല. അതേ സമയത്ത് ഡ്യുവൽ ടോണിലേക്ക് ഇൻറ്റീരിയറിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഹാൻഡ് ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് കൺവേർട്ട് ചെയ്തായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ ചെറുതായിട്ട് ഡ്യുവൽ ടോണിൽ കൺവേർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഫ്യൂൽ ലിഡ് കാര്യങ്ങളൊക്കെ ചെയ്തായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആഫ്റ്റർ മാർക്കറ്റ് സ്പോയിലേഴ്സ് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ കരകൗശല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നാക്ക് പഴച്ചു പോയി. റേറ്റ് എത്ര ആയിരിക്കുന്നത്? 2016 മോഡൽ ഡാറ്റ്സൺ ഗോന് 1,49,000. 1,49,000. നമ്മൾ 2014 വണ്ടി തന്നെ 1.25 റേഞ്ചിലാണ് കാണാറുള്ളത്. 2016 വണ്ടി 1,49,000 ഫുൾ ലോൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. എന്തെങ്കിലും മേജർ ആക്സിഡന്റ്, ഫ്ലഡ് കാരണം ഒന്നുമില്ല. ഓക്കെ, ഓണർഷിപ്പിൽ ചെറിയ വ്യത്യാസമുണ്ട്. അടിപൊളി ഒരു നാനോ ആണ്. 11 ഓണർഷിപ്പ് ചോദിക്കുന്നതിൽ കാര്യമില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് സിംഗിൾ ഓണർ വണ്ടിയാന്നുള്ളത്. 27,000 വെറും 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതെന്താ ബാറ്ററിന്റെ കേസ്? ഓക്കെ, വെറും 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പക്കാ സാധനം. AC വരുന്ന നാനോ അല്ലേ? AC വരുന്ന നാനോ ആണ്. വില ആയിട്ടില്ലെന്നാണ് പറഞ്ഞത്. നാളത്തേക്കല്ലേ, വൈകുന്നേരത്തേക്ക് വില ആവേണ്ടതാണ്. ഇങ്ങനെയൊക്കെ നാനോ ലോ കിലോമീറ്റർ സാധനമൊക്കെ കിട്ടുക പറഞ്ഞാൽ റയറാട്ടോ. ഈ വീഡിയോ എന്തായാലും എടുത്തു നോക്കുന്നുണ്ട്. ഇത് ഏകദേശം എത്ര രൂപ റേഞ്ചിൽ വരുന്നുണ്ടാവും പ്രതീക്ഷ? ഒരു 60 ചോടൊക്കെ ആയിട്ട് കൊടുക്കാം. 60 ചോടായിട്ട് വരും. പാർക്കിൻസിൽ വണ്ടിയാ? കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. നമ്മൾ മുന്നേ വാഗണറൊക്കെ കാണിച്ച പാർക്കിൻസിൽ വണ്ടിക്ക് റേറ്റ് വ്യത്യാസമുണ്ട്. അന്നേരം പറഞ്ഞൊരു കാര്യമുണ്ട്. 2013 വാഗണർ ചലഞ്ചിങ് റേറ്റിൽ 2,35 ഇവിടെ കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം. അന്ന് എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാണ് 2 പേര് വന്നിട്ടുണ്ട്. ഒരാൾ മലപ്പുറത്താണ്, ഒരാൾ പാലക്കാട്. നിങ്ങൾ ലേലം വിളിച്ച് ആർക്കാച്ച കൊടുത്തോളി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാൾ വിളിച്ചിട്ട് വന്നു, ഒരാൾ വിളിക്കാതെ വന്നു. അതിലൊരാൾക്ക് വണ്ടി കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. ഏത് നാട്ടുകാരാണ്? തൃശ്ശൂർ ആ ഭാഗം. അവിടെയാണ് തൃശ്ശൂർ. അങ്ങോട്ട് തെക്കൻ ഭാഗം. 2 പേര് മാറിക്കൊടുത്തു. ഫസ്റ്റ് വന്ന ആൾക്ക് പുറത്തുനിന്ന് വിളിച്ച ആളാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോയിട്ട് അഗ്രിമെന്റ് എഴുതി. പിന്നെ കുറച്ച് കഴിഞ്ഞ ശേഷമാണ് അവരെ വന്നേ. ആരെ ശരിക്കും വിളിച്ച ആള് വരാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പൊ അതിന് ഇവിടെ ഡെലിവറി കൊടുത്തു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാം. ഈ വണ്ടി അവരോട് പറഞ്ഞൊരു റേറ്റ് ഉണ്ടല്ലോ, അത് 13 വണ്ടിയായിരുന്നു. ഇത് 13 വണ്ടി 2,35 പറഞ്ഞു. അവർക്ക് വേണ്ടിയിട്ടുള്ള ഓഫർ 2014 വാഗണാർ. ആ കസ്റ്റമർ എനിക്ക് നമ്പർ ഇല്ല, എൻ്റെ അടുത്ത് വിളിച്ച് പറയാനുള്ള നമ്പർ ഇല്ല. വീഡിയോ കണ്ടാൽ മൂപ്പര് എന്നെ ഡയറക്റ്റ് വിളിച്ചോട്ടെ. ഒരാഴ്ച ഹോൾഡ് ചെയ്ത് വെക്കാം. ആളുടെ മുഖം മാത്രമേ ഓർമ്മയുള്ളൂ. അതെ, വീഡിയോ ആളെ മൂപ്പർക്ക് നല്ല സങ്കടമായിട്ടുണ്ട്. പേര് അറിയില്ല. അപ്പോൾ മൂപ്പർ എന്നോട് പറഞ്ഞ് നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു, നമ്മൾ വന്നിട്ട് നിങ്ങൾ കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. നമുക്ക് പറഞ്ഞാലൊരു വിഷമമായിപ്പോയി. കേട്ടപ്പോൾ നല്ല വിഷമമായിപ്പോയി. അപ്പോൾ ഇത് ഇങ്ങനെ കൊടുക്കാന്ന് വെച്ചാൽ മൂപ്പർക്ക് ആ പറഞ്ഞ പ്രൈസിൽ കൊടുക്കാം. 2014 മോഡൽ വാഗണാർ 2,35 LXI ആണ്. മൂപ്പർക്കുള്ള ഓഫർ. മറ്റേ പുറത്തുള്ള കസ്റ്റമേഴ്സ് വരികയാണെങ്കിൽ 2,500 കൊടുക്കാം. അപ്പം നമ്മൾ ഹൈലൈറ്റ് വണ്ടി 2014 മോഡൽ വാഗണാർ LXI, AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ, പവർ വിൻഡോസ് വരുന്നുണ്ടാവും. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. ഓണർഷിപ്പ് എത്രയാ? സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 2014 മോഡൽ LXI വേരിയന്റ് കേട്ടോ. LXI വേരിയന്റ് K സീരീസ് എഞ്ചിൻ ആയിരിക്കും വരുന്നുണ്ടാവുക. ഫുൾ ലോൺ കയറ്റാ? ഫുൾ ലോൺ ചെയ്യാൻ വേണ്ടി. ഫുൾ ലോൺ അല്ല, ശരിക്കും 3 ലക്ഷം വരെ ലോൺ കിട്ടുന്നുണ്ടാവും. വണ്ടിക്ക് റേറ്റ് എത്ര വരുന്നത്? ഫിക്സഡ് പ്രൈസ് 2.5. ഫിക്സഡ് പ്രൈസ് 2.5. നമ്മളെ മുന്നേ പറഞ്ഞ കസ്റ്റമറിന് വേണ്ടി മാത്രമുള്ള റേറ്റ്
2,35,000. സ്വിഫ്റ്റ് ഡിസയർ ആണ്. അതെ. ഡീസലാണോ പെട്രോൾ ആണോ? 2010 VDI ഡീസൽ. മിഡിൽ ഓപ്ഷൻ ഡീസൽ, KL 12 വയനാട് രജിസ്ട്രേഷൻ ആണ്. സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. സിംഗിൾ ഓണർ വണ്ടി എന്ന് പറയുന്ന നേരം നീറ്റ് ആണോ? നീറ്റ് ഇന്റീരിയർ ഒക്കെ കാണിച്ചില്ല, നീറ്റാണ്. ഇന്റീരിയർ ഒക്കെ നീറ്റ് ആണ്. പുതിയ ടയർസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എടുക്കുന്ന ആൾക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യാൻ പഴയ വണ്ടിയെ കൊണ്ട് ഒന്നുമില്ല. ഒട്ടത്തിരി കൂടുതലുണ്ടെങ്കിലും നല്ല വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടോ ഏകദേശം? ഒരു 1.1 മുകളിൽ ഓടിയിട്ടുണ്ട്. 1 മുകളിൽ ഓടിയിട്ടുണ്ട്. മെക്കാനിക്കലി ഇപ്പൊ നിലവിൽ എല്ലാം കൊണ്ട് ഫിറ്റാണ്. മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞ വണ്ടിയാണ്. വേറെ ഇപ്പം പറയുകയാണെങ്കിൽ ഏകദേശം 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. അതേ സമയത്ത് റേറ്റ് ഒക്കെ എത്ര വരുന്നുണ്ട് സാധിക്കാം? 2,10,000 ചോദിക്കുന്നത്. കുറച്ച് കൊടുക്കാം. ലോണ് ഏകദേശം ഒരു 1.25 മുകളിൽ എന്തായാലും കിട്ടുന്നുണ്ടോ? 1.25 ചെയ്യാം. ആ റേഞ്ച് കിട്ടുന്നുണ്ടാവും. നല്ല വണ്ടിയാണോ? നല്ല വണ്ടി. സാധിക്കാം. അടുത്ത് ഡിസയർ VDI പോവാൻ നേരത്ത് വന്ന വണ്ടിയാണ്. അതെ. 2011 ആണോ 12 ആണോ? അത് 2011 മോഡല് വണ്ടിയാണ്. ഓക്കെ. ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. വേറെ എന്താ ആക്സിഡന്റ് ഹിസ്റ്ററി ഉണ്ടോ? ഇല്ല, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. ഓണർഷിപ്പ് 4th എന്തോ, 3rd or 4th എന്തോ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് പറയാം. വർക്കൊന്നുമില്ല, നല്ല ടയർസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മെക്കാനിക്കലി ഗുഡാണ്. ലോണൊക്കെ ഏകദേശം എത്ര കിട്ടുന്നുണ്ടോ? ഒരു 1.5-1.25 അടുത്തൊക്കെ ലോൺ വാങ്ങും. VDI എന്ന് പറയുന്നത് മിഡിൽ ഓപ്ഷൻ ഡീസൽ ആണ്. അതെ. റേറ്റ് എത്ര വരുന്നത്? 2,20 ചോദിക്കുന്നുണ്ട്, മാറ്റി കുറച്ച് കൊടുക്കാം. 2011 VDI ആണ്. നമ്മൾ മുന്നേ കണ്ട 2011 VDI അല്ല 2010 VDI സിംഗിൾ ഓണർ വണ്ടി 2.10 റേഞ്ചിലാണ്. ക്വാളിറ്റിയിലുള്ള വ്യത്യാസം കൊണ്ടാണ് ഒരു 10 രൂപേന്റെ ഒരു ചെറിയ വ്യത്യാസം വരുന്നത് അല്ലേ? ഓക്കെ. കിഡാണ് 2016 RXT എന്ന് പറയുന്ന ഫുൾ ഓപ്ഷൻ ആണ്. 800cc കിഡാണോ 1000cc കിഡാണോ? 800cc ആണ്. ഫീച്ചർ സൈഡിൽ AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, അതേപോലെ തന്നെ ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും. ഓട്ടോമാറ്റിക് ആയിരിക്കില്ല, മാനുവൽ ആയിരിക്കും ട്രാൻസ്മിഷൻ വരുന്നത്. 18-20 റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ടാവും. RXT എന്നുള്ളത് ഫുൾ ഓപ്ഷൻ ആണ്. ഇത്രയാണ് കിഡിന്റെ ഡീറ്റെയിൽസ് വരുന്നത്. ഓണർഷിപ്പ് സിംഗിൾ ആണെന്നാ പറഞ്ഞത്. സിംഗിൾ ഓണർ 43,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 43,000 കിലോമീറ്റർ. കറക്റ്റ് കിലോമീറ്റർ ആണ്. ലോ കിലോമീറ്റർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. വലിയ വിലയാണോ? അല്ല, 2,25,000 ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കൂ? തീർച്ചയായിട്ടും. ലോണ് 2.10 2.15 റേഞ്ചിലൊക്കെ എന്തായാലും ലോൺ കിട്ടുന്നുണ്ടോ? ഫുൾ ലോൺ എന്നുള്ള രീതിയിലാക്കി കൊടുക്കാൻ പറ്റുമോ? വലത്ത് കൈ കൊണ്ട് 2017 പോളോ ഹൈലൈന് സിംഗിൾ ഓണർ വണ്ടി ഡെലിവറി. 3ാം തവണയാണ് നമ്മൾ ഈ വണ്ടി വീഡിയോയിൽ കാണിക്കുന്നത്. 2ാം തവണയാണ് ലോണ് ക്യാൻസൽ ആവുന്നത്. രണ്ടും വണ്ടീന്റെ കാരണം കൊണ്ടാണോ? അല്ലല്ല, ലോണിന്റെ പ്രശ്നം കൊണ്ട് ക്യാൻസൽ ആയി. അവരുടെ സിബിലിന്റെ പ്രശ്നം കൊണ്ടാണ്. നമ്മളിത് ഇവിടെ വണ്ടി വരുന്നവരോട് ഡയറക്റ്റ് എന്താ പറയുക വെച്ചാല് വണ്ടി സെയിലായിട്ടുണ്ട് എന്ന് പറയാം. ഇത് ലോൺ കൊടുത്തതിനെ കൊണ്ട് അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു 2 ടീമിന്റെ അടുത്ത്. അഡ്വാൻസ് തിരിച്ചു കൊടുത്തില്ലേ? ഫുൾ എമൗണ്ട്. ആയിക്കോട്ടെ. 2014 മോഡൽ Amaze VX എന്നുള്ള ഫുൾ ഓപ്ഷൻ ആണ്. നിലവില് ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ സാധിക്കാം? ഇല്ല. ഫുൾ ഓപ്ഷൻ വണ്ടി അതിനെ കൊണ്ട് AC പവർ സ്റ്റിയറിംഗ്, മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീല്, 2 എയർ ബാഗ് വരുന്നുണ്ടാവും. ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ആണ്. കമ്പനി സ്റ്റർ ഉള്ള വണ്ടിയാണ് സാധിക്കാം. കമ്പനി സ്റ്റർ ഉണ്ടാവും, ചെക്ക് ചെയ്തിട്ട് എടുത്തോട്ടെ. ഇതില് വരുന്നത് 14 മോഡലാണ് വരുന്നത്. VX 14 അന്നത്തെ VX എന്നുള്ള ഫുൾ ഓപ്ഷൻ ആണ്. അതെ. വേറെ എടുക്കുന്ന ആൾക്ക് അപാകതകൾ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് പറയത്തൊക്കെ ഒന്നും ഇല്ലല്ലോ? ഇല്ല. നല്ല വണ്ടി തന്നെ അല്ലേ ഇത്? അതെ, നല്ല വണ്ടി. ഡീസലാണ്. ഡീസൽ ഏകദേശം 18, 20, 22, 24 റേഞ്ചിലൊക്കെ ഹോണ്ടന്റെ ഈ റേഞ്ചിൽ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ടാവും ID ടെക്കില്. അതെ. റേറ്റ് ചോദിച്ചത് 3.60 ആയിരുന്നു. 3.70 ആയിരുന്നു മുന്നത്തെ വീഡിയോയിൽ. പിന്നെ 3.60 ആക്കി. കുറച്ച് കൊടുക്കാം, മാന്യമായിട്ട് കുറച്ച് കൊടുക്കാന്ന് പറഞ്ഞത്. ലോണിൽ ചെയ്ത് കൊടുക്കാം. 4.25 വരെ നമുക്ക് ലോൺ കിട്ടാൻ സ്കോപ്പ് ഉള്ള വണ്ടിയാണ് ഹോണ്ട അമേസ്. ഫുൾ ലോൺ തന്നെ നോർമൽ പ്രൊഫൈലിൽ നമുക്ക് കിട്ടേണ്ടതാണ്. ജാസ് ആണ്. ടൊയോട്ട കഴിഞ്ഞാൽ ഡ്യൂറബിലിറ്റിന്റെ കാര്യത്തിൽ മുന്നിൽ ഹോണ്ടന്റെ എഞ്ചിൻ ആയിരിക്കും വരുന്നുണ്ടാവുക. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. പെട്രോൾ ആണ്. V ആണ് ഓപ്ഷൻ വരിക. V എന്നുള്ളത് ഫുൾ ഓപ്ഷന് തൊട്ട് താഴെ വരുന്ന വേരിയന്റ് ആണ്. VX ആണ് ഫുൾ ഓപ്ഷൻ എന്നുള്ളത്. ഡീറ്റെയിൽസ് വരുന്നുണ്ടാവും. AC പവർ സ്റ്റിയറിംഗ്, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്, എയർ ബാഗ്സ് 2 എണ്ണം വരുന്നുണ്ടാവും. പവർ വിൻഡോസ് വരുന്നുണ്ടാവും 4 എണ്ണം.
ഇത്രയ്ക്കായിരിക്കും ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ബാക്ക് സെൻസേഴ്സ് വരുന്നുണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ ഡൗട്ട് ഉണ്ട്. ഒരു വെറൈറ്റി കളർ തന്നെയാണ്, ബാക്ക് സെൻസേഴ്സ് വരുന്നില്ല. പെട്രോൾ ഏകദേശം 13-14 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. OE എല്ലാ വീൽസും വരുന്നുണ്ടാവും. ഫുൾ ഓപ്ഷൻ ജാസിലേക്ക് വരുന്ന സമയത്ത് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീൽ വരുന്നുണ്ടാവും, പക്ഷേ കീലെസ് എൻട്രി വരുന്നുണ്ടാവില്ല. 1,00,000 കിലോമീറ്ററിന് അടുത്ത് ഓടിയിട്ടുണ്ടല്ലേ? കമ്പനി ഹിസ്റ്റർ ഉള്ള വണ്ടിയല്ലേ? കിലോമീറ്റർ ഇപ്പോൾ ടൊയോട്ടയ്ക്കാണെങ്കിലും ഹോണ്ടയ്ക്കാണെങ്കിലും കിലോമീറ്റർ വലിയൊരു കിലോമീറ്റർ അല്ല. പക്ഷെ അതേ സമയത്ത് വണ്ടിയുടെ നിലവിലുള്ള മെക്കാനിക്കലി എന്താ മെക്കാനിക്കലി ഗുഡ്, നല്ല വണ്ടിയാണ്. നല്ല വണ്ടി. എടുക്കുന്ന ആൾക്ക് പേടിക്കാനോ പണിപ്പിക്കാനോ ഒന്നും ഉണ്ടാകുന്നില്ലല്ലോ. ഓക്കെ, റേറ്റ് വരുന്നത് 4.25 ഫുൾ ലോൺ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. ഫുൾ ലോൺ ചെയ്യാം, നല്ല സിബിലുള്ള കസ്റ്റമർക്കാണ് ഫുൾ ചെയ്യാം. നമുക്ക് ഫുൾ ലോൺ തന്നെ ചെയ്യാം അല്ലേ? ഓക്കെ, നമുക്ക് നമ്മുടെ മുന്നേ കാണിച്ച വണ്ടി തന്നെയാണ്, ലോൺ കൊടുത്ത് ക്യാൻസൽ ചെയ്താൽ ക്യാൻസൽ ആയതാണ്. 2017 വീഡിയോ ഓപ്ഷനൽ വണ്ടി കേട്ടോ. LIS വരുന്നുണ്ടാവില്ല, ഫിയാറ്റിന്റെ ഡീസൽ എഞ്ചിൻ തന്നെയാണ് വരുന്നത്. 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. ഡുവൽ എയർ ബാഗ് വരാ, 2 എയർ ബാഗ് വരുന്ന VDI ഓപ്ഷൻ ഉള്ള വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, അതേപോലെ തന്നെ 2 എയർ ബാഗ്. ഇത്രയായിരിക്കും മെയിൻ ആയിട്ട് ഫീച്ചർ വരുന്നുണ്ടാവുക. റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ സാധിക്കാം? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടി, ഫുള്ള് കമ്പനി സർവീസ് തന്നെ അല്ലേ? 2017 ആണോ മോഡൽ വരുന്നത്? 2017 VDI. ലോൺ നമുക്ക് ഫുൾ ലോൺ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവോ? ഫുള്ള് അടുത്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? അടുത്തൊക്കെ വാങ്ങാം. വേറെ ഇപ്പം കമ്പനി ഹിസ്റ്ററി ഫുള്ള് പക്കയാണ്. 1.20 കിലോമീറ്റർ കാണിക്കുന്നത്. ഡീസൽ എഞ്ചിൻ ചിലപ്പോൾ അതിനും കൂടുതലൊക്കെ നമുക്ക് ലൈഫ് കിട്ടാറുള്ളത് തന്നെയാണ്. ഫുൾ കമ്പനി സർവീസ് ആണ്. ഫുള്ള് കമ്പനി സർവീസ് തന്നെ. റേറ്റ് എത്ര ചോദിക്കുന്നത്? റേറ്റ് വരുന്നത് 6.85 മാന്യമായിട്ട് കുറച്ച് കൊടുക്കാം. കുറച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ഫുൾ ലോണും കിട്ടും. എടുക്കുന്ന ആൾക്ക് വേറെ വർക്കൊന്നുമില്ലല്ലോ? വർക്കൊന്നുമില്ല. സാർ 2021 മോഡൽ സ്വിഫ്റ്റ് ആണ്. അത് ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റ് വരുന്ന സ്വിഫ്റ്റ്. ഓണർഷിപ്പ് സിംഗിൾ തന്നെ അല്ലേ? VXI സിംഗിൾ ഓണർ വണ്ടി. VXI ആണോ? VXI ഓപ്ഷൻ ആണോ? VXI ഓപ്ഷൻ അല്ല, VXI വണ്ടി. VXI ആണ്, പക്ഷെ കുറെ മാറ്റങ്ങൾ ഉണ്ട് കേട്ടോ. സീറ്റ് കവർ പുതിയതാണ്, എയർ ബാഗ് വരുന്നുണ്ടാവും, AC പവർ സ്റ്റിയറിംഗ്, അതേപോലെ തന്നെ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീൽ. ഇത്രയൊക്കെയായിരിക്കും ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ടാവുക. പക്ഷെ അതിൻ്റെ കൂടെ ഇല്ല, സീറ്റ് കവർ വണ്ടി എടുത്ത് തന്നിട്ടുള്ള തന്നെയാണ്, പക്ഷെ അത് ഉപയോഗിച്ചിട്ടില്ല. വണ്ടി കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ വരുന്നത് 8000 കിലോമീറ്റർ. 8000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അപ്പോൾ 2024 വരെ വാറണ്ടി ഉള്ള വണ്ടിയാണ്. 1 വർഷത്തോളം ഇനി വാറണ്ടി പെൻഡിങ് ഉണ്ടാവും. LI വീൽസ് VXIയിൽ വരാത്തതാണ്. OE LI വീൽസ് ചെയ്തതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത് ആഫ്റ്റർ മാർക്കറ്റ് അല്ല, കമ്പനി തന്നെ മാറ്റി ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഈ ഒരു 2 കൊല്ലം കൊണ്ട് എന്തെങ്കിലും മാറ്റിയിട്ടുണ്ടോ? എയർ ബാഗ് ടെസ്റ്റ് ചെയ്യുക? ഇല്ല, ഒന്നും മാറില്ല. കമ്പനി പുതിയ വണ്ടി പോലെ തന്നെ പക്ക വണ്ടി. റേറ്റ് എത്ര വരുന്നത്? 6.85 മാന്യമായിട്ട് കുറച്ച് കൊടുക്കാം. 6.85 റേറ്റ് വയ്ക്കുന്നത് കുറച്ച് കൊടുക്കും എന്നുള്ളത്. ഓക്കെ, അപ്പം പുതിയ വണ്ടി എടുക്കുന്ന ആൾക്ക് ഏകദേശം 8ന്റെ അടുത്താണ് സ്വിഫ്റ്റ് റേറ്റ് വരുന്നത്. അപ്പം അങ്ങനെ വെച്ച് നോക്കുന്ന നേരം ഏകദേശം 1.5 ലക്ഷത്തിനടുത്ത് റേറ്റ് വ്യത്യാസം വരുന്നുണ്ട്. കാരണം മെയിനായിട്ട് LI വീൽസ് പിന്നെ ആക്സസറീസ് എല്ലാം കൂടെ ചെയ്ത് വരുന്ന നേരം എന്തായാലും 7ന്റെ പുറത്ത് എന്തായാലും 7.25 വരെ നമുക്ക് കാണേണ്ടി ഒരു റേറ്റ്. 8.25 അടുത്ത് റേറ്റ് വരുന്നുണ്ടാവും. അപ്പം അങ്ങനെ വെച്ച് നോക്കുന്നതിനുള്ളൊരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ പുതിയ വണ്ടി ആയതുകൊണ്ട് കുറച്ച് കൊടുക്കാം, നമുക്ക് മാക്സിമം കുറച്ചിട്ട്. ഫുൾ ലോൺ തന്നെ കിട്ടുന്നുണ്ടാവും ഇതിന്? ഏകദേശം ഫുൾ ലോണിലൊക്കെ വരുന്ന വണ്ടിയാണ്. സാധിക്കാം. ഹ്യുണ്ടായിന്റെ ക്രെറ്റയാണ് 2016 മോഡൽ. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ SX ഓപ്ഷൻ. SX ഓപ്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. ഇത് എയർ ബാഗ്സ് വരുന്നുണ്ടാവും, ABS, സ്റ്റിയറിംഗ് കൺട്രോൾസ്, റിവേഴ്സ് ക്യാമറ, ബാക്ക് സെൻസേഴ്സ്, ഇതെല്ലാം വരുന്ന ഡീസൽ CRD എഞ്ചിനോട് കൂടെ വരുന്ന ഹ്യുണ്ടായിന്റെ ക്രെറ്റ. സാധിക്ക, ഓണർഷിപ്പ് എത്രയാണ് ക്രെറ്റ? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. ബാക്ക് വൈപ്പർ, ഡീഫോഗർ, ഇങ്ങനെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഹ്യുണ്ടായിന്റെ ക്രെറ്റ. സിംഗിൾ ഓണർഷിപ്പ് ആണോ? സിംഗിൾ ഓണർ വണ്ടി. ആക്സിഡന്റ് ഹിസ്റ്ററി, റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? നല്ല ക്വാളിറ്റി വണ്ടി. ഒന്നുമില്ല. കിലോമീറ്റർ എത്രയാ? നല്ല ഓടിയിട്ടുണ്ട്. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയല്ലേ? വേറെ പറയത്തക്ക രീതിയിൽ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നിലവിലുള്ള കണ്ടീഷൻ നല്ലതുമാണ്. റേറ്റ് എത്ര ചോദിക്കുന്നത് ക്രെറ്റയ്ക്ക്? 9.95 ചോദിക്കുന്നത്. 9.35 റേറ്റ് ചോദിക്കുന്നത്. 9.95 റേറ്റ് ചോദിക്കുന്നത്. ലോൺ എന്തായാലും 9ന്റെ പുറത്ത് തന്നെ ലോൺ കിട്ടേണ്ടതാണ്. വണ്ടി നിലവിലുള്ള കണ്ടീഷൻ എന്താണ്? മെക്കാനിക്കൽ ഫിറ്റാ. ഇപ്പോൾ 2016 ക്രെറ്റ SX എന്ന് പറയുന്നത് നമ്മൾ റേറ്റ് 8.5 വരെയാണ്. പക്ഷെ അത് ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ഡീസൽ ഏകദേശം ഒരു 14-15 കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. നല്ല വണ്ടിയല്ലേ? നല്ല ഷേപ്പ് ഉണ്ട്. ഓക്കെ, KL11 BZ രജിസ്ട്രേഷൻ, 2023 മാനുഫാക്ചർ, 2023 രജിസ്ട്രേഷൻ വണ്ടിയല്ലേ?
പുതിയ വണ്ടിയാണ്. പുതിയ വണ്ടിക്ക് ഏകദേശം 20-ന് അടുത്ത് തന്നെ റേറ്റ് വരുന്നുണ്ടാവും. സീറ്റ് കവർ പോലും പറിച്ചിട്ടില്ല. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? ഒരു 8000 കിലോമീറ്റർ ഓടിയല്ലോ. 8000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ക്ലീൻ പീസ് വണ്ടി. ഈ 8000-ത്തിനിടയിൽ ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ് ഒന്നും അതിനെ പറ്റിയുള്ള ഗ്യാപ്പ് ഒന്നും കിട്ടിയില്ലല്ലോ. ഒന്നുമില്ല, നല്ല ഒരു 8000 കിലോമീറ്റർ തന്നെ ഓടിയിട്ടുള്ള വാണ്ടറിന്റെ ഒറിജിനൽ ടയേഴ്സ് ആണ്. 80 ടയേഴ്സ് ആണ്. ഓൾട്ടറെയിൻ ടയേഴ്സ്, 4-വീൽ ഡ്രൈവിന്റെ സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഐ മീൻ 4x4 സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ 8000 കിലോമീറ്റർ ഓടിയ കണ്ടീഷൻ എന്താ ഉണ്ടാവുക? അങ്ങനെ ഉണ്ട്, അങ്ങനെ തന്നെ ഉണ്ട്. 1775 ചോദിക്കുന്നുണ്ട്, കുറച്ച് കൊടുക്കും. 17.25 ചോദിക്കുന്നുണ്ട്. പാർക്കിംഗ് സെയിൽ വണ്ടിയാണോ? അതെ അതെ, പാർക്കിംഗ് സെയിൽ വണ്ടി. ഓക്കെ, ലോണ് 15 റേഞ്ചിൽ വരെ കിട്ടേണ്ടതാണ്. അതെ, പുതിയൊരു വണ്ടി എടുക്കുന്ന ആള് അവർക്ക് ബെനിഫിറ്റ് ആണ്. 3 വർഷം വാറണ്ടി അടക്കം കിട്ടുന്നുണ്ടാവും മഹീന്ദ്ര ടാറിന്. ഇത്രയും വില കുറവിൽ വേറെ എവിടെയെങ്കിലും നിങ്ങൾ വണ്ടികൾ കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണം. വേറെ ഒന്നുകൊണ്ടുമല്ല, എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെയാണ്. 2017 വീഡിയോ പ്രസ സിംഗിൾ ഓണർ റീപ്ലേസ്മെന്റ് ഇല്ലാത്ത വണ്ടിയോ 6.25 റേഞ്ചിൽ എവിടെയും ഞാൻ വീഡിയോയിൽ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് അറിയിക്കുക. അതേപോലെ തന്നെ അവിടെയുള്ള മറ്റ് വണ്ടികളും ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അവർ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നേരെ താഴെ കൊടുക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോ കാണുമ്പോൾ അഭിസൈനിങ്ങോ അഡിയോസ്.